LDF ഭാഗത്തു നിന്ന് ഈ വിജയത്തെക്കുറിച്ച് അവർ വിലയിരുത്തുന്നത് കോൺഗ്രസും BJPയും തമ്മിൽ അന്തർധാരകളുണ്ടായിരുന്നു എന്നാണ്. അതിനുദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് 28-ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി 10-60 വോട്ട് മേടിച്ച് പോയി. BJP സ്ഥാനാർത്ഥിയായിരുന്നു 10-300 വോട്ട് വാങ്ങിച്ചത്. അത് കോൺഗ്രസ് അവരുമായി ഉണ്ടാക്കിയ അന്തർധാരയാണെന്നും 18-ാം വാർഡിൽ സ്ഥാനാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല എന്ന ഒരു പരാമർശം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിനെങ്ങനെയാണ് അങ്ങ് മറുപടി പറയുക? 28-ാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെടുമെന്നുള്ള ധാരണയിൽ അദ്ദേഹത്തിൻ്റെ വോട്ട് CPMന് മറിച്ച് നൽകി എന്ന് ആരോപണമുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കത്തില്ലെന്ന് കണ്ട് BJPക്ക് വോട്ട് ചെയ്തതായിട്ട് ആരോപണമുണ്ട്. അല്ലാതെ കോൺഗ്രസ് പാർട്ടി ഒരു വാർഡിലും BJPയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. അത് പ്രാദേശികമായി പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ചില വികാര പ്രകടനങ്ങളാണ്. അന്നും പാർട്ടിയും മുന്നണിയായിട്ടൊന്നും അതിന് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയോ UDFോ അത്തരം രീതികളെ പ്രോത്സാഹിപ്പിക്കത്തില്ല. 18-ാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിരുന്നു. അവർ യഥാസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണക്ക് കൊടുത്തില്ല, ചെലവ് കണക്ക് കൊടുത്തില്ല. ആ കണക്ക് കൊടുക്കാത്ത സാഹചര്യത്തിലാണ് അവരെ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്ന് ഒഴിവാക്കിയത്. അവർ നോമിനേഷനൊക്കെ അംഗീകരിച്ചതാണ്. നോമിനേഷൻ അംഗീകരിച്ചതിന് ശേഷം സ്കൂട്ടിനി സമയത്താണ് സർക്കാരിൻ്റെ ലിസ്റ്റിലുണ്ട്, ഈ കണക്ക് കൊടുക്കാത്തവരുടെ ലിസ്റ്റുണ്ട്, അതിലവരുണ്ടായിരുന്നു. അങ്ങനെ പോയതാണ്. ഡമ്മി സ്ഥാനാർത്ഥികളൊന്നും ഡമ്മിയില്ലായിരുന്നു. അത് മലപ്പുറം ചെയ്തതാണ്. മത്സരിച്ച UDF മത്സരിച്ച എല്ലാ വാർഡുകളിലും ഡമ്മികളെ നിർത്തിയിട്ടില്ലല്ലോ. അവിടെ മാത്രമല്ല, എങ്ങും നിർത്തിയിട്ടില്ല.